വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ലവനായ തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണമേ. ഏകാഗ്രതയോടുകൂടി തീക്ഷ്ണതയോടുകൂടി വചനം ശ്രവിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അറിവും കഴിവും വിവേകവും വെളിച്ചവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ 2-ൽ 1 നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾ. വീണ്ടും 17-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ എന്താണ് പ്രധാനം? ഈ ലോകവും അത് നൽകുന്ന സൗഭാഗ്യങ്ങളുമെല്ലാം നശ്വരമാണ്, നൈമിഷികമാണ്, അതെല്ലാം നമ്മെ വിട്ടുപോകും. പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവർ എന്നേക്കും നിലനിൽക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവഹിതം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്നേക്കും ജീവിക്കും, നമുക്ക് നിത്യജീവൻ ലഭ്യമാകും. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം തിരുവചനം, 22-ഉം 23-ഉം. പാപത്തിൻ്റെ വേതനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനം. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവർക്ക് സംഭവിക്കുക നാശമാണ്, മരണമാണ്. പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവർക്ക് എന്തുണ്ടാകും? അവർക്ക് നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ട് 2-ൽ 1 നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരായിരിക്കാം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, പല പ്രാർത്ഥനകളും നടത്തുന്നവരായിരിക്കാം. എന്നിട്ടും ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മനോഹരമായ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. അവർ പറഞ്ഞേക്കാം, എത്രയോ വലിയ ദൈവസ്നേഹത്തിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്, അവൻ്റെ കുടുംബം ജീവിക്കുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അത് നീക്കണം. അങ്ങനെ നീക്കിയാലേ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റൂ. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങൾ നമുക്കറിയാവുന്നതാണ്. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങൾ. 1-ാമത്തെ വചനം വലിയ ഒരു വാഗ്ദാനമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നോക്കുക, ദൈവം വാഗ്ദാനം നൽകുകയാണ്, വചനം പറയുകയാണ്, അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും, അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാതെ പോകുന്നത്? 2-ാമത്തെ വചനം, നിന്റെ അകൃത്യങ്ങൾ
നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നോക്കുക, ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എനിക്ക് ദൈവം മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ചില കാര്യങ്ങൾ തമ്പുരാൻ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ശരിയായ വിധം രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ മനസാക്ഷിയിലൂടെ തമ്പുരാൻ നമ്മോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, പല വഴികളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമ്മുടെ മനസാക്ഷി. മനസാക്ഷി നമ്മോട് പറയും, ഇത് ചെയ്യരുത്. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ വളരെ മനോഹരമായ അധ്യായങ്ങളാണ്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, 1-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായം ഇപ്രകാരമാണ് പറയുക. അവിടെ ഒരു തലക്കെട്ടുണ്ട്, ജെറീക്കോയുടെ പതനം. ഇസ്രായേൽ ജനം എപ്രകാരമാണ് ജെറീക്കോ പട്ടണം കീഴടക്കുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുക. നമ്മൾ നടത്തുന്ന ജെറീക്കോ പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷേ എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാകും. ഏതെങ്കിലുമൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ജെറീക്കോ പ്രാർത്ഥന. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനത്തിൻ്റെയൊക്കെ ചുറ്റും നടന്ന്, എല്ലാ വഴികളിലൂടെയും നടന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ഒരു അധ്യായമാണ്. ഇസ്രായേൽ ജനം ജെറീക്കോ പട്ടണം കീഴടക്കിയതിൻ്റെ ഒരു ഓർമ്മ. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും ചെയ്യണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലംപതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ഈ ഒരു പട്ടണത്തെ കീഴടക്കാൻ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗമാണ്. വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട്, ദൈവ സാന്നിധ്യവും വഹിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റും യാത്ര ചെയ്യുക. അങ്ങനെ 6 ദിവസം അവർ ഓരോ തവണ അതിൻ്റെ ചുറ്റും യാത്ര ചെയ്തു. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ആ നഗരത്തെ വലം വെച്ചു. എന്തുണ്ടായി? നഗരത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീണു. ഇസ്രായേൽ ജനം ഉള്ളിലേക്ക് പ്രവേശിച്ചു. ശത്രുക്കളെ, അവരുടെ സൈന്യത്തെ, അവിടെയുള്ള വ്യക്തികളെ എല്ലാം ദൈവം ഇസ്രായേൽ ജനത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, തമ്പുരാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. ശത്രുക്കളെ കീഴ്പ്പെടുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ധനം ലഭിക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞിട്ടുള്ളത് ഇതാണ്, അതിൽ നിന്നും ഒന്നും എടുക്കരുത്. അതെല്ലാം കർത്താവിന് കാഴ്ചയായി നൽകേണ്ടതാണ്. ഈ ജെറീക്കോയിലുള്ള ശത്രുക്കളെ, ആ ജെറീക്കോ പട്ടണത്തെ ഇസ്രായേൽ ജനം കീഴടക്കി. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായം, ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം, അതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് ആഹാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കർമ്മിയുടെ പുത്രനുമായ ആഹാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. നോക്കുക, ദൈവം എടുക്കരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ മനുഷ്യൻ അത് ചെയ്തു. അവിടെയുള്ള സ്വർണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇയാൾ എടുത്തു. എന്തുണ്ടായി? പിന്നീട് ഒരു കൊച്ചു പട്ടണത്തെ ഇസ്രായേൽ ജനം ആക്രമിക്കാൻ പോവുകയാണ്. ആയി എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. വളരെ ചെറിയ പട്ടണമാണ്. ജെറീക്കോയുമൊക്കെയായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ജോഷുവ പറഞ്ഞു,
അവിടെയുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞു, എല്ലാവരും കൂടി അവിടേക്ക് പോകേണ്ട കാര്യമില്ല, കുറച്ചു പേർ പോയി അവിടെ കീഴടക്കി മടങ്ങി വരട്ടെ. പക്ഷേ പ്രിയമുള്ളവരെ, എന്തുണ്ടായി? ഇസ്രായേൽ ജനം വളരെ ലാഘവത്തോടു കൂടി അവിടേക്ക് കടന്നു ചെന്നു. അവർ തോറ്റ് പിന്തിരിഞ്ഞോടി. ഓടുന്ന വഴിക്ക് അവരിൽ 36 പേരെ ശത്രു സൈന്യം വധിച്ചു. ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്ര ചെറിയ ഒരു പട്ടണമാണ്, അത്ര ചെറിയ സൈന്യമാണ്. ആയിരക്കണക്കിന് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള ഈ ഇസ്രായേൽക്കാരോട് എങ്ങനെയാണ് അവർ ഏറ്റുമുട്ടുന്നത്, അവർ വിജയം നേടുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്തിരിഞ്ഞ് ഓടി വരുമ്പോൾ ജോഷുവ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയും. ദൈവമേ, ഞങ്ങൾ പരാജയപ്പെട്ടത് മറ്റുള്ളവരെല്ലാം അറിയും, ശത്രുക്കൾ കാത്തു നിൽപ്പുണ്ട്, അവരെല്ലാം അറിയും, അവരും ഞങ്ങളെ ആക്രമിക്കാൻ വരും, ഞങ്ങളെ കീഴടക്കാൻ വരും. എന്നിട്ട് നിലവിളിച്ച് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന ജോഷുവയുടെ ഒരു ചിത്രം. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, ദൈവം പറയുകയാണ്, നിങ്ങൾ തോൽക്കാനുള്ള കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഞാൻ അരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ കൈവശം അത് വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല, അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നിങ്ങൾ എടുത്തിട്ടുള്ള നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനിമേൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇസ്രായേൽ ജനം എടുത്ത അവിടെയുള്ള സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റണം. നമ്മളോടും തമ്പുരാൻ പറയുന്നത് ഇതുതന്നെയാണ്. നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ ഇനിമേൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും 13 മുതലുള്ള വചനഭാഗം, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അത് എടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നോക്കുക പ്രിയമുള്ളവരെ, ദൈവം പറയുകയാണ്, ആ നിഷിദ്ധമായത് മാറ്റാതെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു, എന്തുകൊണ്ട് എത്ര അധ്വാനിച്ചിട്ടും എനിക്ക് ഉയർച്ചയില്ലാതെ പോകുന്നു. തമ്പുരാൻ പറയുകയാണ്, നിഷിദ്ധമായത് മാറ്റണം. നിഷിദ്ധമായത് മാറ്റുമ്പോൾ ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. ശത്രു ആരാണ്? തിന്മയാണ്, പിശാചാണ്. അപ്പോൾ തിന്മയുടെ സ്വാധീനത്തെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിഷിദ്ധമായത് മാറ്റണം. ഞാൻ പറഞ്ഞു, ആരെ വേണം എന്ന് തീരുമാനിക്കണം. ദൈവം വേണോ, അതെയോ തിന്മ നൽകുന്ന സന്തോഷം വേണോ? പുതിയ നിയമത്തിൽ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. 6-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. മത്തായി അറിയിച്ച സുവിശേഷം 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തിന്മ നൽകുന്ന സന്തോഷത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ ഈശോ നമ്മോട് പറയുന്നത് എന്താണ്? 2 യജമാനന്മാരെ സേവിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഇവിടെ ദൈവം ജോഷുവയോട് പറയുകയാണ്, ജനത്തെ വിശുദ്ധീകരിക്കുക, നിഷിദ്ധ വസ്തുക്കൾ മാറ്റുക. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 5-ാം തിരുവചനം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണല്ലോ, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒന്നാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്.
അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ, ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മുടെ ജീവിതത്തിൽ നിന്നും നിഷിദ്ധമായത് മാറ്റി നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഈ ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്തു. ഇതാ ജോഷുവയും മറ്റുള്ളവരും ഗോത്രങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, എല്ലാ വ്യക്തികളെയും വിളിച്ചുകൂട്ടി അവരോട് ചോദിക്കുകയാണ്, ആരാണ് ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്തത്? പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ തൻ്റെ തെറ്റ് ഏറ്റുപറയും. 7-ാമത്തെ അധ്യായം 20-ാം തിരുവചനം. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇതാണ്: കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. നോക്കുക, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടി, വിശിഷ്ടമായൊരു മേലങ്കി, ഇതെല്ലാം ഞാൻ എടുത്തു. ഇതെല്ലാം എടുക്കാനുള്ള ഒരു കാരണം കൂടി ആ മനുഷ്യൻ പറയുന്നുണ്ട്: മോഹം തോന്നി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ മോഹം തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട്. തിന്മയുടെ പ്രത്യേകത എന്താണ്? തിന്മ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ നൽകും, മോഹം നൽകും. അത് തന്നെയാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അവിടെ ഹവ്വ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പഴം ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ പഴത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണല്ലോ കാണുക. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് കണ്ണിന് കൗതുകകരമായിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആ പഴം കണ്ണിന് കൗതുകകരമായിരുന്നു. പ്രിയമുള്ളവരെ, തിന്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്: അത് കണ്ണിന് ആനന്ദം നൽകും, നമ്മിൽ മോഹം ജനിപ്പിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോഴും മോഹമുണ്ടായാൽ അത് പാപത്തെ ജനിപ്പിക്കും. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്തുണ്ടാകും? മരണമുണ്ടാകും, നാശമുണ്ടാകും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. അയാൾ പറയുകയാണ്, എനിക്ക് മോഹം തോന്നി ഞാനതെടുത്തു. അയാൾക്ക് ജീവൻ നഷ്ടമാകും. ഇസ്രായേൽ ജനം ആ മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലും, ജീവൻ നഷ്ടമാകും. ഈശോ നമ്മളോട് പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 10-ാം തിരുവചനം: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്, പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകം നൽകുന്നത് എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടിയാൽ നമുക്ക് ജീവൻ ലഭ്യമാകില്ല. മറിച്ച് അതെല്ലാം നമ്മെ നാശത്തിലേക്ക് നയിക്കും. ദൈവമാണ്, യേശുവാണ് നമുക്ക് ജീവൻ നൽകുക. ഈ മനുഷ്യൻ മരണമടഞ്ഞു. ഇസ്രായേൽ ജനം പരിഹാരം ചെയ്തു, അവരുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മയ്ക്കുള്ള പരിഹാരം. 8-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ്: ആയി പട്ടണം നശിപ്പിക്കുന്നു. ആ കൊച്ചു പട്ടണത്തിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനം കടന്നു ചെല്ലും. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ, ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, ദൈവം തന്നെ പറയുകയാണ്, അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ പട്ടണത്തെ വളരെ നിസ്സാരമായിട്ട് ഇസ്രായേൽ ജനം കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുക. അതിന് അവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി, നിഷിദ്ധമായത് മാറ്റി. അപ്പോൾ ദൈവം അവരുടെ ഒപ്പം വന്നു, ദൈവം അവരെ സഹായിക്കാൻ വന്നു. രണ്ടും ഒരുമിച്ച് പോകില്ല. തിന്മയുള്ളിടത്ത് ദൈവം വരില്ല, ദൈവത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മോഹം തോന്നി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് വാരിക്കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ദൈവ സാന്നിധ്യമുണ്ടോ? ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയില്ല. ദൈവം പറയും, നിങ്ങൾ ശത്രുക്കളോട് പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ എത്രയൊക്കെ കിട്ടിയിട്ടും നമുക്കൊന്നും തൃപ്തി വരുന്നില്ല. തൃപ്തി വരാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. വർഷങ്ങളോളം ജോലി ചെയ്തു, അല്ലെങ്കിൽ വർഷങ്ങളോളം പല കാര്യങ്ങളും ചെയ്തു, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സൗഭാഗ്യങ്ങൾ കുടുംബത്തിലും ജീവിതത്തിലുമുണ്ട്. എന്നിട്ടും തൃപ്തി വരാതെ ഇനിയും എന്തെല്ലാം വാരിക്കൂട്ടാമെന്ന് ചിന്തിക്കുന്ന എത്രയോ മനുഷ്യരാണ് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റിലുമുള്ളത്. നമ്മളും അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ അത്
അതിൽ മാറ്റം വരണം. കാരണം ദൈവമാണ്, സ്വർഗമാണ് ഏറ്റവും വലുത്. തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 20-ാം തിരുവചനം, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതുവിൻ. അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ഇടമാണ്. അതിലേക്കാണ് നമ്മുടെ ജീവിതം നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 14-ാം തിരുവചനം ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. ഇവിടെ ഉള്ളത് ഒന്നും നിലനിൽക്കില്ല. നമ്മൾ ആദ്യം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ വായിച്ചു കേട്ടത് അത് തന്നെയാണ്. ഈ ലോകവും അത് നൽകുന്ന സൗഭാഗ്യങ്ങളും എല്ലാം കടന്നു പോകും. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് അറിയാം. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ മരിക്കുമ്പോൾ ആ മരണ വിലാപ യാത്രയിൽ അയാളുടെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തേക്കിട്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആ മനുഷ്യൻ ഈ ലോകത്തോട് പറഞ്ഞു, ഇത്രയൊക്കെ നേടിയിട്ടും എല്ലാം വെട്ടിപ്പിടിച്ചിട്ടും ഒന്നും കൂടാതെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനുള്ളൊരു മനസ്സ് നമുക്കുമുണ്ടാകട്ടെ. ഒന്നും അമിതമായി വാരിക്കൂട്ടരുത്. ദൈവമാണ് ഏറ്റവും പ്രധാനം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.